ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 2-ാമത്തെ വചനം. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഭക്തനായ ഇയ്യോബ് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യം ദൈവത്തോട് പറയുന്ന ഒരു വചനമാണ് നമുക്കിവിടെ പഠിക്കുവാനായിട്ട് കഴിയുന്നത്. വലിയ സമ്പൽ സമൃദ്ധിയിൽ നിന്ന് ഇയ്യോബ് പൈശാചിക ആക്രമണങ്ങളാൽ എല്ലാം നഷ്ടപ്പെട്ടു, ഒന്നുമില്ലാത്തവനായി തീർന്നു. യോബിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. പൈശാചിക ആക്രമണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നാൽ അവനെ ഒന്നുമില്ലാതാക്കി മാറ്റുന്ന പൈശാചിക ശക്തിയുടെ പ്രവണതകൾ നമുക്ക് വചനത്തിൽ പഠിക്കാൻ കഴിയും. എന്നാൽ ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം. ശത്രു എത്ര തകർത്താലും അതിനെ ഇരട്ടിയായി തിരിച്ചു തരാൻ ദൈവത്തിന് കഴിയുമെന്ന് യോബിന്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുക. യോബിനുണ്ടായ പല നഷ്ടങ്ങളെ കുറിച്ച് ബൈബിളിൽ പഠിക്കാം. 1, അവന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു. 2, അവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു. 3, അവന്റെ മക്കൾ നഷ്ടപ്പെട്ടു. ഈ 3 നഷ്ടം തീർത്താൽ തീരാത്ത നഷ്ടമാണ്. എന്നാൽ ബൈബിളിൽ വായിക്കുക, നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഇയ്യോബിന് നഷ്ടപ്പെടുത്തിയത് സാത്താനാണ്. സാത്താൻ തിരിച്ചു കൊടുത്തെന്നല്ല. സ്തോത്രം. ശത്രു നഷ്ടപ്പെടുത്തിയതെല്ലാം ദൈവം ഇരട്ടിയായി തിരിച്ചു കൊടുത്തു. ഞാൻ ഈ മെസ്സേജ് തുടങ്ങുമ്പോഴേ ഒരു കാര്യം പറയാം. നഷ്ടം വന്ന വഴി ഒന്നായിരിക്കും, പക്ഷേ അനുഗ്രഹങ്ങൾ വരുന്ന വഴി വേറെയായിരിക്കും. നീ വിചാരിക്കാത്തതും പ്രതീക്ഷിക്കാത്തതുമായ വഴിയിലൂടെ കൈവിട്ടുപോയ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തിരിച്ചു തരും. ഇയ്യോബ് എല്ലാം നഷ്ടപ്പെട്ട് ദേഹമെല്ലാം ചൊറി പിടിച്ച് ചാരം വാരി തലവഴിയിട്ടുകൊണ്ട് പരസ്യ സ്ഥലത്തിരുന്നു കൊണ്ട് നിലവിളിക്കുക. ദൈവം അവനോട് ഇറങ്ങി വന്ന് ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യമെല്ലാം കൂടെ ഒന്നിച്ച് മനസ്സിൽ സംഗ്രഹിച്ചിട്ട് യോബ് മറുപടി പറയുക, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഒരു മനുഷ്യൻ സമ്മതിക്കുക, എനിക്ക് കഴിയത്തില്ല, നിനക്ക് സകലതും കഴിയും. ഈ വെളിപ്പാട്, ഈ കാഴ്ചപ്പാട് ഇയ്യോബിന്റെ അകത്ത് എപ്പോ വെളിപ്പെട്ടോ, അടുത്ത വാക്യങ്ങൾ നോക്കിക്കേ. യഹോവ ഇയ്യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. ദൈവത്തെ കുറിച്ചുള്ള അറിവ് നിന്റെ അകത്ത് വെളിപ്പെടുമ്പോൾ ഈ ദിവസങ്ങളിൽ നിന്റെ കാര്യത്തിൽ ചില വിടുതലുകൾ സംഭവിക്കും. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്കും പറയാം, ദൈവമേ നിനക്ക് സകലതും കഴിയും. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സകലതും കഴിയുമെന്ന് വിശ്വസിക്കുവാനും പറയുവാനും ഞങ്ങളുടെ നാവുകൾക്ക് ശക്തിയും ബലവും തരണം കർത്താവേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത നന്മകളും അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും ഇവരുടെ മേൽ വെളിപ്പെടണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കൃപയും അവിടുന്ന് വ്യാപരിക്കണം കർത്താവേ. ഹല്ലേലൂയ. നിന്റെ നാമം ചൊല്ലി നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഈ ദിവസങ്ങളിൽ ദൈവം നിനക്കെല്ലാം ചെയ്തു തരും. അത് നീ കാണാൻ പോവാ. God bless you.